സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് KSSPU പൊന്നാനി ടൗൺ ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. KSSPU പൊന്നാനി ടൗൺ ബ്ലോക്ക് 32ാമത് വാർഷിക സമ്മേളനം NGO യൂണിയൻ ഹാളിൽ നടന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര നയം തിരുത്തണമെന്നും പെൻഷൻ വർധനവ് കുടിശ്ശിക ഉടൻ നൽകണമെന്നും DA അരിയർ വേഗത്തിലാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. KSSPU പൊന്നാനി ടൗൺ ബ്ലോക്ക് 32ാമത് വാർഷിക സമ്മേളനം NGO ഹാളിൽ IAS അക്കാദമി കോർഡിനേറ്റർ പ്രൊഫസർ ഇമ്പിച്ചിക്കോയ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ആളുകളായതുകൊണ്ട്, പ്രത്യേകിച്ച് തൊഴിലാളി വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുന്നതിനോട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ ആശങ്കാകുലരാണ് ഏത് ഘട്ടത്തിലായാലും. അപ്പോൾ ട്രാക്ട് വരുന്ന ആ പഴയ കാലത്ത് സാമൂഹിക വ്യവസ്ഥയിൽ ട്രാക്ട് വന്നാൽ തൊഴിൽ നഷ്ടപ്പെടും. അപ്പോൾ ആളുകൾ സംഘടിക്കും, അതിനെതിരെ സമരം ചെയ്യും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ 80കളിൽ കമ്പ്യൂട്ടർ വരുന്ന കാലത്തും നമ്മൾ തൊഴിൽ ഇല്ലായ്മ സൃഷ്ടിക്കുമെന്ന രീതിയിൽ അതിനോട് സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രാക്ടർ വന്ന് 60 കൊല്ലം കഴിയുന്നു, കമ്പ്യൂട്ടർ വന്ന് 40 കൊല്ലം കഴിയുന്നു. 40 കൊല്ലം 60 കൊല്ലം കഴിഞ്ഞ ശേഷം ഇപ്പൊ അത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞ് പരിഹരിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. അത് ആ കാലഘട്ടത്തിലെ ആവശ്യമാണ്, അല്ലാതെ 60 കൊല്ലം മുമ്പുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ട്രാക്ടറിനെ എതിരെയുള്ള സമരം. 40 കൊല്ലം മുമ്പുള്ള തൊഴിൽ രംഗത്തുള്ള ആളുകളുടെ താല്പര്യമാണ് അല്ലെങ്കിൽ അവകാശങ്ങളുടെ പ്രശ്നമാണ് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യാറുള്ളത്. അപ്പൊ ഈ സമരം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K. സുരേഷ് സ്വാഗതം പറഞ്ഞു. E. ജയപ്രകാശ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംഘടനാ റിപ്പോർട്ട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി മത്തായി യോഹന്നാൻ നിർവഹിച്ചു. പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി T. സുഭാഷ് അവതരിപ്പിച്ചു. വരവ് ചിലവ് കണക്ക് അവതരിപ്പിക്കൽ ട്രഷറർ A. രാമകൃഷ്ണനും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ ഭരണാധികാരി V. രാമകൃഷ്ണൻ മാസ്റ്ററും നിർവഹിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് മോളിയെയും സെക്രട്ടറി K. സുരേഷിനെയും ട്രഷററായി KP സൈഫുള്ളയെയും ചർച്ചയ്ക്ക് മത്തായി യോഹന്നാൻ, T. സുഭാഷ് എന്നിവർ മറുപടി പറഞ്ഞു. C. സൗദാമിനി നന്ദി പറഞ്ഞു. NCV ന്യൂസ് പൊന്നാനി.